പ്രസംഗം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, മലയാളികളുടെ മഹത്തായ ഉത്സവമായ ഓണത്തിന്റെ പൊൻപ്രഭയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പൂക്കളവും ഓണത്തപ്പനും ഓണസദ്യയുമെല്ലാം ചേർന്ന് നമ്മുടെ മനസ്സുകളിൽ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൂക്കാലം വിരിയിക്കുന്ന ഈ പുണ്യദിനത്തിൽ നമുക്കൊന്നു ചേർന്ന് ആഘോഷിക്കാം. ഓണം എന്നത് വെറുമൊരു ആഘോഷമല്ല, നമ്മുടെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ആഘോഷമാണ്. മഹാബലി ചക്രവർത്തിയുടെ സുവർണ ഭരണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനം നമ്മെ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നു ചേരുന്ന ഈ ദിനം നമ്മുടെ സാമൂഹിക ഐക്യത്തിന്റെ പ്രതീകം കൂടിയാണ്. ഈ ഓണം നമുക്ക് നവകേരളം പടുത്തുയർത്താനുള്ള പ്രചോദനം നൽകട്ടെ. കൃഷിയും വ്യവസായവും വിദ്യാഭ്യാസവും ആരോഗ്യവുമെല്ലാം ചേർന്നൊരു നവകേരളം സൃഷ്ടിക്കാൻ നമുക്ക് ഈ ഓണക്കാലത്ത് പ്രതിജ്ഞയെടുക്കാം. ഓണാഘോഷം പ്രകൃതിയോട് ഇണങ്ങിയതുള്ളതാകണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കി പരമ്പരാഗത രീതിയിലുള്ള പൂക്കളം ഒരുക്കാം. നമ്മുടെ നാടിന്റെ ഹരിതാഭയ്ക്ക് കോട്ടം തട്ടാതെ ഓണം ആഘോഷിക്കാം. ഈ ഓണം നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിന്റെ പ്രതീകമാകട്ടെ. നമുക്ക് ഈ ദിനം ഒന്നിച്ച് ആഘോഷിക്കാം, പരസ്പരം സ്നേഹം പങ്കുവെക്കാം. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഓണാശംസകൾ. ആദരണീയരായ അധ്യാപകരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പൊന്നിൻ ചിങ്ങമാസത്തിന്റെ പുലരിയിൽ നമ്മുടെ മനസ്സുകളിൽ പൂവിടുന്ന സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് ഓണം. മാവേലി തമ്പുരാന്റെ ഐശ്വര്യപൂർണമായ ഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ഉത്സവം നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അമൂല്യനിധിയാണ്. ഓണക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ്. ജാതി മതഭേദമന്യേ എല്ലാ മലയാളികളും ഒന്നു ചേർന്ന് ആഘോഷിക്കുന്ന ഈ ഉത്സവം നമ്മുടെ സമൂഹത്തിന്റെ മതേതര സ്വഭാവത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. പൂക്കളം, ഓണസദ്യ, വള്ളംകളി, കൈകൊട്ടിക്കളി തുടങ്ങി ഓണത്തെ വർണ്ണാഭമാക്കുന്ന നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമാണ്. ഈ ആഘോഷങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒന്നിപ്പിക്കുകയും പരസ്പര സ്നേഹവും ബഹുമാനവും വളർത്തുകയും ചെയ്യുന്നു. ഓണക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പങ്കുവെക്കലിന്റെയും കരുതലിന്റെയും പ്രാധാന്യമാണ്. ഓണസദ്യയിൽ നാം എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് ഈ സന്ദേശത്തിന്റെ പ്രതീകമാണ്. നമ്മുടെ സമൂഹത്തിലെ അശരണരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ ആളുകളെ കൈത്താങ്ങാനും ഈ ഓണക്കാലം നമുക്ക് പ്രചോദനമാകട്ടെ. ഈ ഓണക്കാലം നമുക്ക് പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ. നമ്മുടെ നാടിന്റെ പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.